ചാനൽ. അപ്പോൾ എഗെയിൻ നമ്മളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ജനുവരി 2 ആണ് 2021. ഇന്നലെ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ സെറ്റപ്പ് ആയിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് റിവ്യൂ വീഡിയോ ആണ്. ബിക്കോസ് ഞാനൊരു 6 months ബിഫോർ ഞാനൊരു ഫെയ്ഡ് ഔട്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ നോർമലായിട്ട് വരുന്ന കുറേ കമന്റ്സ് ആയിരുന്നു, ചേച്ചി എങ്ങനെയാണ് ഈ ലോട്ടസിന്റെ റിവ്യൂ, ഈ ലോട്ടസ് എങ്ങനെയാണ്, നല്ല ബെസ്റ്റ് ക്രീം ആണോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ആഫ്റ്റർ യൂസ് നമ്മൾ പിന്നെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റ് ഡാർക്ക് ആവുമോ, നമുക്കിപ്പം ലൈറ്റൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒന്ന് വൈറ്റൻ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ കുറ്റം പറയാനും പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അതിൽ ചിലർക്ക് ഒരു ആഗ്രഹമാണ് ഒന്ന് വൈറ്റൻ ആവണം അല്ലെങ്കിൽ ഒന്ന് ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റി ഒരു ക്ലീൻ ഫേസ് കിട്ടണമെന്നൊക്കെ പലരുടെ ആഗ്രഹങ്ങളാണ്. നമുക്ക് അതിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യാന്ന് വിചാരിക്കില്ല. വൈറ്റൻ ആവുന്നത് ബ്രൈറ്റ് നോർമൽ സ്കിൻ ടോൺ ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്താണ് നോർമൽ സ്കിൻ ടോൺ ആണെങ്കിൽ എന്താണ് പ്രശ്നം, വൈറ്റ് ആയാലേ നല്ലതാവത്തുള്ളൂ അല്ലെങ്കിൽ ഡാർക്ക് ആണെങ്കിൽ ഇപ്പൊ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. ഓക്കെ, നമുക്ക് എന്ത് സ്കിൻ ടോൺ വേണം അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ നമുക്കുള്ളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പം ഞാനിതൊന്നും പ്രൊമോട്ട് ചെയ്യല്ല. എനിവേ ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അതുകൊണ്ട് ഇതിനെ വൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറെ വന്നിട്ടുണ്ട്. ലോട്ടസ് എങ്ങനെയാണ്, ലോട്ടസിന്റെ ക്രീം എങ്ങനെയാണ്, ഫേവറേറ്റ് ആണോ ബെസ്റ്റ്, ലോട്ടസ് ആണോ ബെസ്റ്റ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോട്ടസിന്റെ ക്രീം ഞാൻ ഒരു 2 years ബിഫോർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ്. ബട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നൊരു ക്രീം തന്നെയാണ് ലോട്ടസ്. അപ്പം ഇപ്പൊ ഞാൻ ഈ ക്രീം ചെയ്യുന്നത് ഇതിന്റെ റിവ്യൂ ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീട്ടിലോട്ട് എടുക്കാം. ലോട്ടസിനെ കുറിച്ച് നോക്കാം. ലോട്ടസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് അതിന്റെ ഒരു പാക്കേജിങ് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? ഞാൻ അതിന്റെ സൈഡിലൊന്ന് കൊടുക്കാം. നല്ല ലൈറ്റ് ഉണ്ട് അല്ലേ? സി, ഇതാണ് അതിന്റെ ഒരു പാക്കറ്റ്. ഇത് ഞാൻ മേടിച്ചത് പേർപ്പിളിന്നാണ് ഞാൻ മേടിച്ചത്. പേർപ്പിളിന് എനിക്ക് ഏതാണ്ട് 320 അങ്ങനെ എങ്ങാണ്ട് ഒരു റേറ്റിനാണ് കിട്ടിയത്. പേർപ്പിൾ പലപ്പോഴും ഓഫർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നോക്കുക എപ്പോഴാണ് ബെസ്റ്റ് പ്രൈസിന് കിട്ടുന്നതെന്ന്. ആ ടൈമിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ പാക്കേജിങ്. അപ്പൊ ഇതിനകത്ത് ഒരു നല്ലൊരു ഭംഗിയുള്ള തറ വീണ പൊട്ടുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ഒരു കുപ്പിക്കകത്താണ് ഈ ലോട്ടസ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. ലോട്ടസിന് ഇതെന്ന് ഞാൻ മേടിച്ചിരിക്കുന്നത് പറയുന്നത് വൈറ്റ് ഗ്ലോ സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ക്രീം ആണ്. വൈറ്റ് ഗ്ലോയുടെ ആണ് കേട്ടോ. അപ്പം ഇവരിനകത്ത് പറയുന്നത് ഓൾ സ്കിൻ ടൈപ്സിനും നല്ല യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഓൾ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാം എന്നാണ് ഇവരിനകത്ത് പറയുന്നത്. അപ്പം ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഒരുപാടുണ്ട് കേട്ടോ. ഇതിന് വേറെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫേസ് വാഷസ് ഉണ്ട്. ഇതിന്റെ ഫേസ് വാഷും അടിപൊളിയാണ് കേട്ടോ. ഒരു വട്ടം ഞാനത് പിന്നെ ഒരു റിവ്യൂ ചെയ്യാം ഫേസ് വാഷിനെ കുറിച്ച്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പാക്കറ്റിംഗ് എന്ന് പറയുന്നത്. പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോ വേറെ എന്താ പറയാ, 60 gram ആണ് കേട്ടോ. 60 grams ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇപ്പൊ ഇതിനകത്ത് എഴുതിയേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 390 ആണ് എഴുതിയേക്കുന്ന റേറ്റ്. ബട്ട് എനിക്കിത് 320 329 അങ്ങനെ ആ ഒരു റേറ്റിനാണ് എനിക്കിത് കിട്ടിയേക്കുന്നത്. അപ്പം ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം. ഇതൊരു നല്ല ക്രിസ്റ്റൽ ലൈക്ക് ഒരു ഒരു ബോട്ടിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇതാണ് ഇതിന്റെ പാക്കറ്റിംഗ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഒത്തിരി ഉണ്ടെന്ന്. പക്ഷെ ഇതിന്റെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഈ ഒരു കുപ്പിയുടെ വെയിറ്റ് ആണ് ഇതിനുള്ളത്. ഇത് 60 grams ഉള്ളൂ. അപ്പം ഇതാണ് ആദ്യം പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്തേക്കുന്ന കാര്യം ഇത് ഓൾ സ്കിൻ ടൈപ്സിനും ബെസ്റ്റ് ആണെന്നാണ്. ബട്ട് എനിക്ക് തോന്നി ഇതൊരു ക്രീമി ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആണ്. എന്നാൽ പോലും ഇത് ചിലപ്പം ഒത്തിരി ഓയിലി സ്കിൻ, ഒരുപാട് ഓയിലി സ്കിൻ, വല്ലാത്ത അങ്ങ് ഓയിലി കാണുന്ന സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഓയിലി സ്കിന്നുകാർ ഇത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ഇത് നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒത്തിരി ഓയിൽ സ്കിൻ ഉള്ളവർക്കൊക്കെ ഒരു ഓയിലി എഫക്റ്റ് ഫേസിൽ തോന്നും. അതുകൊണ്ട് ഒത്തിരി ഓയിലി സ്കിൻ ഉള്ളവർ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. ബട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ സ്കിൻ ടൈപ്സിനും യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇവർ ഇത് പറയുന്നത് വിസിബിൾ ചേഞ്ചസ് വിത്തിൻ 7 days എന്നാണ് പറയുന്നത്. 7 daysനുള്ളിൽ നല്ല വിസിബിൾ ചേഞ്ചസ് നമുക്ക് ഫേസിൽ കാണും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് SPF 25 ആണ്. അതുപോലെ PA++ ഇവർ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്
പറയുന്നത് അത്ര എഫക്റ്റീവ്, നമ്മുടെ സൺ പ്രൊട്ടക്ഷന് അത്ര ഒരു ട്രിപ്പിൾ ആക്ഷൻ ഇത് തരും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. SPF 25 ആണ് കേട്ടോ. നോർമലി ഒക്കെ ഒരു ക്ലൈമറ്റ് ഒരു അത്ര വെയിലില്ലാത്തൊരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴും ഈ ഒരു ക്രീം മതി. SPF എക്സ്ട്രാ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ കേസ് നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ SPF യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ ഇതങ്ങനെ പകൽ യൂസ് ചെയ്യാറില്ല, ഞാൻ രാത്രി ടൈമിലാണ് നോർമലി ഇത് യൂസ് ചെയ്യുന്നത്, പകൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ 7 ഡേയ്സിനുള്ളിൽ വിസിബിൾ ചേഞ്ചസ് കാണും എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മെലാകെയർ, അതുപോലെ ഫൈസ ഇങ്ങനത്തെ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ ഒരുപാട് കാണും കേട്ടോ. അപ്പം അങ്ങനത്തെ ക്രീം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ക്രീം ബെസ്റ്റ് ആണ്. കാരണം അങ്ങനത്തെ ഒത്തിരി കെമിക്കൽസ് ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു 5 ഡേയ്സോ അല്ലെങ്കിൽ 1 ഡേയ്സിനൊക്കെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് തോന്നും. ബട്ട് അതൊരു കുറച്ച് നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാവാൻ അതൊക്കെ വലിയൊരു കാരണമാണ്. അപ്പൊ അങ്ങനത്തെ ക്രീം ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നവർ കാണും. അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്രീമാണ്, ഹെർബൽ പ്രോഡക്റ്റ് ആണ് ലോട്ടസിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ അവർക്ക് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ബട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഒരു വൈറ്റൻ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റൻ തോന്നണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയതാണ് ഈ വൈറ്റ് ഗ്ലോ. നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് കംസ് വിത്ത് എ അഡ്വാൻസ് ഫോർമുല ദാറ്റ് ഹാസ് ട്രിപ്പിൾ ആക്ഷൻ ഓൺ യുവർ സ്കിൻ, ലൈറ്റൻ, വൈറ്റൻ ആൻഡ് ബ്രൈറ്റൻ. അപ്പം നമ്മുടെ സ്കിന്നിൽ വളരെ പെട്ടെന്നായിട്ട് പെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ വൈറ്റൻ, ലൈറ്റൻ, ബ്രൈറ്റൻ ഈ എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ തരാൻ ഈ ഒരു ക്രീം സഹായിക്കുന്നുണ്ട്. ഇനി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുവർ സ്കിൻ ലുക്സ് ഫെയർ, ഫ്ലോലെസ് ആൻഡ് റേഡിയന്റ്. നമ്മുടെ സ്കിൻ നല്ല ഫെയർ ആവാനും ഫ്ലോലെസ് ആവാനും അതുപോലെ തന്നെ റേഡിയന്റ് ആവാനും ഒക്കെ ഈ ഒരു ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഫ്രീ ഫ്രം ഹാർഷ് കെമിക്കൽസ്. ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും വലുതായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകത്തില്ല. എന്നാൽ പോലും നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസ് ഒന്നും ഈ ഒരു ക്രീം എന്നല്ല ഒരു ഓൾമോസ്റ്റ് ക്രീംസും യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം ഇതിനകത്തെല്ലാം കെമിക്കൽസ് ആണ് അടങ്ങിയിരിക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഉള്ള ക്രീംസ് ഒന്നൊക്കെ അവോയ്ഡ് ചെയ്തേക്കാം. പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ സ്കിൻ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഗ്രേപ്പ് എക്സ്ട്രാക്ട് ആണ് അത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുള്ളത് കേട്ടോ. അപ്പം ഈ ഗ്രേപ്പ് എക്സ്ട്രാക്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഫാസ്റ്റ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മൾബറി എക്സ്ട്രാക്റ്റും അടങ്ങിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് മിൽക്ക് എൻസൈംസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ അധികമായിട്ട് ഉണ്ടാകുന്ന മെലാനിൻ പ്രൊഡക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. മിൽക്ക് എൻസൈംസ് ധാരാളമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ മെലാനിൻ പ്രൊഡക്ഷനൊക്കെ ധാരാളമായിട്ട് നമുക്ക് സ്കിന്നിൽ ഉണ്ടാകും. നമ്മുടെ സ്കിന്നൊക്കെ നോർമലി ഡാർക്ക് ആവാൻ കാരണം നമ്മുടെ ബോഡിയിൽ ധാരാളമായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാണ്. അപ്പം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മിൽക്ക് എൻസൈംസ് മെലാനിൻ പ്രൊഡക്ഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ക്രീമിനെ കുറിച്ച് അവർ തന്നെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിന്റെ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റി നല്ല ഫ്ലോലെസ് സ്കിൻ തരാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് റേഡിയന്റ് ആയിട്ട് ഇരിക്കാൻ ഈ ക്രീം നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം ഗുഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ഇൻക്ലൂഡിംഗ് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ. അപ്പം എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് ഗുഡ് ആണ്. അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സ്കിൻ ടൈപ്സ് കാരണം ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻസ് ആണല്ലോ പല കാര്യങ്ങളും നമ്മളിങ്ങനെ റെസിസ്റ്റ് ചെയ്ത് പല ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത. അപ്പം അത് എക്സ്പെഷ്യലി അവർ എടുത്ത് പറയുന്നുണ്ട് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ടോൺസ് ഇത് യൂസ്ഫുൾ ആണ്. ബട്ട് ചിലരില്ലെങ്കിൽ ഒത്തിരി ഓയിലി ഒക്കെ സ്കിൻ ടൈപ്സ് ഉള്ളവർ ജസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ചെറിയൊരു ഓയിലി ഒരു എഫക്ട്, കാരണം എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഈ ഭാഗത്ത് ഈ മൂക്കിന്റെ ഭാഗത്തും ഇവിടെയൊക്കെ ചെറിയൊരു ഓയിൽ ഇത് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി എന്റെ അഭിപ്രായം, എന്റെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പലരും ഫൈസ, മെലാകെയർ അതുപോലത്തെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള ക്രീംസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല ബെസ്റ്റ് ആയിട്ട് ഒരു ക്രീമാണിത്. ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഒരു ഹെർബൽ ആണ്. ഇതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പാരാബിൻ അടങ്ങിയിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു ക്രീം അവര് ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് അവര് ചെയ്തിട്ടും ഇതിനകത്ത് പാരാബിൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ പാരാബിൻ ഉണ്ട്, എന്നാൽ പോലും ഇത് ഒത്തിരി ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള ക്രീംസ് യൂസ് ചെയ്യുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പാരാബിൻ ഉണ്ടെങ്കിൽ പോലും സ്കിന്നിന് വലിയ പ്രോബ്ലംസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ പാരാബിൻ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പാരാബിൻ അടങ്ങിയ ക്രീംസ്, ഷാംപൂസ് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് എനിക്ക് ഈ ക്രീം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഞാൻ ഇത് മോർണിംഗ് ടൈം യൂസ് ചെയ്യാറില്ല, ഞാൻ നൈറ്റ് ടൈം തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ വേറെ എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് തേക്കിന് അപ്ലൈ ചെയ്യുന്ന സമയം ഒരുമാതിരി എന്താ പറയാ ഒരു വൈറ്റ് പാച്ചസ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പാണ്ട് പോലെ നമുക്ക് തോന്നാറുണ്ട്. ബട്ട് അത് നിങ്ങൾ കാര്യമാക്കേണ്ട. കുറച്ച് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ബ്ലെൻഡ് ആവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം പേടിക്കേണ്ട. അപ്പൊ പുറത്ത് പോകുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 15 മിനിറ്റിന് മുമ്പേയൊക്കെ നിങ്ങൾ പുറത്ത് പോകുന്നതിന് കുറച്ച് നേരത്തെയൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. എന്നാലേ ഇത് കുറച്ച് ടൈം എടുക്കും. ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് ഒന്ന് ബ്ലെൻഡ് ആവാൻ ഒരു ടൈം എടുക്കും. അപ്പൊ നമ്മുടെ സ്കിൻ ടോൺ തന്നെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ വെള്ള എന്തോ പൂശിയ പോലെ നമുക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ രാവിലെയൊക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇത് മെയിൻലി നല്ലതാണ് ടീനേജേഴ്സിന് നല്ലൊരു ക്രീമാണ്. അവർക്ക് കോളേജിലൊക്കെ പോകുന്ന ടൈമിൽ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാം. 2 ടൈംസ് യൂസ് ചെയ്യണം എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ബട്ട് ഞാൻ ഇത് 1 ടൈമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് 390 ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ബട്ട് ഇതെനിക്ക് പേർപ്പിൾ 320 330 കിട്ടി. 60 ഗ്രാം ആണ്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്രീം ചിലർ പറയുന്നുണ്ട് ഇത് പിമ്പിൾസ് വരാൻ സാധ്യത കൂടുതലാണ്. ബട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം എനിക്ക് അങ്ങനെ പിമ്പിൾസ് വരാത്തൊരു സ്കിന്നാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നിയിട്ടില്ല. ചില ആൾക്കാരാണ് പറയുന്നത് കേട്ടോ, എല്ലാവരും അല്ല, ഒട്ടുമിക്ക ആൾക്കാരും ഇതിന് നല്ല റിസൾട്ടുള്ള ക്രീം എന്ന് തന്നെയാണ് പറയുന്നത്. അത് എന്താന്ന് വെച്ചാൽ ചിലർ പറയുന്നത് ആഫ്റ്റർ ഇത് യൂസ് ചെയ്ത് ഒരു 1 മന്ത് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ പിമ്പിൾസ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നോർമലി എന്തൊരു ക്രീം യൂസ് ചെയ്യുന്നവരും അതിൽ നമ്മുടെ പിമ്പിൾസ് ഉണ്ടാകുന്ന ചില ക്രീമുകൾ പിമ്പിൾസ് ഉണ്ടാകുന്ന അവസ്ഥയെ മാറ്റുന്നുണ്ട്. കാരണം അത് പിമ്പിൾസിനെ പുറത്ത് വരാതെ അകത്ത് തന്നെ തരം നിർത്തും. അപ്പം ഇത് നമ്മൾ നിർത്തി കഴിയുമ്പോൾ ഈ അകത്തിരിക്കുന്ന പിമ്പിൾസ് എല്ലാം പുറത്ത് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് പിമ്പിൾസിന്റെ കാര്യത്തിൽ അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായത്തിൽ ഈ ഒരു ക്രീം നല്ല ബെസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെഷ്യലി ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള ക്രീംസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഈ ക്രീംസ് വൈറ്റൻ ചെയ്യുന്നു, ബ്രൈറ്റൻ ചെയ്യുന്നു, ലൈറ്റൻ ചെയ്യുന്നു എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി സത്യമാണ് കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് സ്കിന്നിന് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് വളരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഹാർഷ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു വൈറ്റനിങ് ക്രീം, ലൈറ്റനിങ് ക്രീം, ബ്രൈറ്റനിങ് ക്രീം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ലോട്ടസിന്റെ വൈറ്റ് ഗ്ലോ സ്കിൻ ലൈറ്റനിങ് ക്രീം. ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ SPF 25 ഉണ്ടെന്ന് പറഞ്ഞു. അത് 25 ഒക്കെ നമ്മുടെ ഈ ഒരു നാട്ടിലെ ക്ലൈമറ്റിന് 25 ഒന്നും പോരാ. അത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ പുറത്ത് രാവിലെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ബിക്കോസ് 25 ഒന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്ന്. ബിക്കോസ് ഭയങ്കര വെയിലാണ്. ഭയങ്കര രാവിലെയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല കരിഞ്ഞിരിക്കും ഫേസ് എല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു SPF കൂടിയ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലോട്ടസ് വൈറ്റ് ഗ്ലോ സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ക്രീം ആണ്. ഇത് ഹെർബൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അവർ പറയുന്ന പോലെ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. മോർണിംഗും ഈവനിങ്ങും യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒരു ക്രീമാണിത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് പറയാ, കുറെ ബ്ലാബ്ലാ പറഞ്ഞു അല്ലേ. ഇത് തന്നെ സംഭവം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയുടെ റിവ്യൂ ചെയ്യാനാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. എനിവേ നമ്മൾ ഈ 2021 കടന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് എന്താ പറയാ, കോവിഡിനൊക്കെ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. വാക്സിൻ കൊടുക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും വാക്സിനൊക്കെ എടുക്കുക. പിന്നെ വേറൊന്നും പറയാല്ല. എന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഈ ഒരു ക്രീം വേണ്ടവർ, നല്ലൊരു ക്രീം അന്വേഷിക്കുന്നവർ, നല്ലൊരു വൈറ്റനിങ് ക്രീം അന്വേഷിക്കുന്നവർ, മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ക്രീം അന്വേഷിക്കുന്നവർക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു ക്രീം ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു ക്രീം മേടിച്ച് യൂസ് ചെയ്യുക. എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം. അപ്പൊ വേറൊന്നും പറയാനില്ല. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ ബൈ.